ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങളിൽ 20% ഡാർക്ക് വെബ് ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെന്ന റിപ്പോർട്ട്. സ്പെഷ്യൽ ടൂളുകൾ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റിലെ പ്ലാറ്റ്ഫോമാണ് ഡാർക്ക് വെബ്. സൈബർ സുരക്ഷാ സ്ഥാപനമായ ലിസിയാൻതസ് രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിരവധി സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നടത്തിയ പഠന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഡാറ്റാ ലംഘനങ്ങൾ, ഹാക്കിംഗ്, ഫിഷിംഗ്, ഐഡന്റിറ്റി മോഷണം, മയക്കുമരുന്ന്, ആയുധങ്ങൾ തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വാങ്ങലും തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായി സൈബർ ക്രിമിനലുകൾ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. ഒരു ഡാർക്ക് വെബ് ഉപഭോക്താവിന്റെ ഐഡന്റിറ്റിയും ലൊക്കേഷനും കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. സംസ്ഥാന പോലീസ്, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റു പ്രസക്തമായ പോർട്ടലുകൾ എന്നിവയിൽ നിന്നെടുത്ത ക്രൈം ഡാറ്റയുടെ നിരവധി സാമ്പിളുകൾ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത്. കഴിഞ്ഞ ദശകത്തിൽ ഡാർക്ക് വെബിന്റെ ഉപയോഗം 2 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ അവരുടെ ഫോൺ ബുക്കിലേക്കും മറ്റ് ആപ്ലിക്കേഷനുകളിലേക്കും പ്രവേശനാനുമതി തേടുന്ന ഓൺലൈൻ നോട്ടിഫിക്കേഷനുകൾക്ക് അനുവാദം നൽകരുതെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ BSNL വൈഫൈ വരിക്കാരിൽ പകുതിയിലധികം പേരും കേരളത്തിലെന്ന് റിപ്പോർട്ട്. ഉപയോക്താക്കളുടെ എണ്ണം സംബന്ധിച്ച് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് വിവരം. രാജ്യത്ത് BSNLന് ഏറ്റവും അധികം വൈഫൈ യൂസേഴ്സ് ഉള്ളത് കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ BSNLന് 6,86,050 വരിക്കാരെ നഷ്ടമായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2020 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ മൊത്തം 10,92,650 വൈഫൈ ഉപയോക്താക്കൾ BSNLനുണ്ടായിരുന്നു. എന്നാൽ 2024 മാർച്ച് 31 എത്തിയപ്പോഴേക്കും വരിക്കാരുടെ എണ്ണം വെറും 4,66,000 കുറഞ്ഞു. ഇതിൽ 2,12,149 യൂസേഴ്സും കേരളത്തിൽ നിന്നുള്ളതാണ്. 2020 അപേക്ഷിച്ച് 2024 കേരളത്തിലും BSNL വൈഫൈ യൂസേഴ്സിന്റെ എണ്ണം കുറഞ്ഞുവെങ്കിലും മറ്റ് BSNL യൂണിറ്റുകളെ അപേക്ഷിച്ച് ഇത് താരതമ്യേന കുറവാണ്. 2020 3,90,900 യൂസേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 2,12,149 കുറഞ്ഞത്. ആകെയുള്ളതിന്റെ പകുതിയിലധികം യൂസേഴ്സും കേരളത്തിലാണ് എന്നുള്ളത് BSNLന് കേരളത്തിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട്. കേരളം കഴിഞ്ഞാൽ BSNLന് ഏറ്റവും അധികം വൈഫൈ യൂസേഴ്സ് ഉള്ളത് 1,21,075 കണക്ഷനുകളുള്ള ഗുജറാത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സുരക്ഷയുറപ്പാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ അപ്ഡേറ്റിനൊരുങ്ങി വാട്സാപ്പ്. പുതിയ അപ്ഡേറ്റ് വരുന്നതോടെ പഴയ ചില സ്മാർട്ട് ഫോണുകൾക്കുള്ള പിന്തുണ ആപ്പ് അവസാനിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ യൂസർ എക്സ്പീരിയൻസും സുരക്ഷയും ഉപയോക്താക്കൾക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പഴയ ചില ഐഫോൺ മോഡലുകൾക്കുള്ള പിന്തുണ വാട്സാപ്പ് അവസാനിപ്പിക്കാൻ പോകുന്നുവെന്നാണ് വിവരം. വാട്സാപ്പ് ഇറക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ പലതും പഴയ സ്മാർട്ട് ഫോണുകളിൽ ശരിയായി പ്രവർത്തിക്കാത്തതാണ് കാരണം. 2025 പഴയ iOS വേർഷനുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള പിന്തുണയാണ് വാട്സാപ്പ് അവസാനിപ്പിക്കുക. പ്രത്യേകിച്ചും iOS 15.1 മുൻപുള്ള പഴയ പതിപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ കഴിയില്ല. മാറ്റം പ്രധാനമായും iPhone 5s, iPhone 6, iPhone 6 Plus എന്നിവയുടെ ഉപയോക്താക്കളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ iOS 12, ഇതിനുശേഷമുള്ള iOS വേർഷനുകളിലും വാട്സാപ്പ് പിന്തുണയ്ക്കുന്നുണ്ട്. 2025 മെയ് 5 ശേഷമാകും ഇത്തരത്തിൽ പഴയ iOS ഡിവൈസുകളിൽ വാട്സാപ്പ് ലഭ്യമല്ലാതാവുക. അതിനാൽ ഉപയോക്താക്കൾ ഈ സമയത്തിനുള്ളിൽ പുതിയ അപ്ഡേഷനിലേക്ക് മാറണമെന്ന് വാട്സാപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ല CEO ഇലോൺ മസ്കിന്റെ $56 ബില്യൺ ശമ്പള പാക്കേജ് നിരസിച്ചുകൊണ്ടുള്ള ജനുവരിയിലെ വിധി US കോടതി ശരിവച്ചു. ഓഹരി ഉടമകളിൽ ഒരാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2018 മുതൽ മസ്കിന് നൽകി വന്നിരുന്ന ഭീമമായ ശമ്പള പാക്കേജ് റദ്ദാക്കാൻ കോടതി വിധിച്ചത്. ഓഹരി ഉടമകളുടെ വോട്ടിലൂടെ ശമ്പള പാക്കേജ് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അമിതവും അന്യായവുമായ പാക്കേജാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതി അത് നിരസിക്കുകയായിരുന്നു. മസ്കിന്റെ ശമ്പള പാക്കേജിനെ അംഗീകരിച്ചുകൊണ്ട് ഓഹരി ഉടമകൾ വോട്ട് ചെയ്തുവെന്ന് തെളിയിക്കുന്ന രേഖയിൽ മെറ്റീരിയൽസ് മിസ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നിരവധി പിഴവുകളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. മസ്കിന്റെ പാക്കേജ് അംഗീകരിക്കാനുള്ള ടെസ്ലയുടെ ശ്രമം തെറ്റായിരുന്നുവെന്നും ഡെലവേഴ്സ് കോർട്ട് ഓഫ് ചാൻസറിയിലെ ചാൻസലർ കാതലിൻ മക്കോർമിക് ചൂണ്ടിക്കാട്ടി. മസ്കിന്റെ കീഴിൽ കമ്പനി കൈവരിച്ച നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് നിശ്ചയിക്കുന്നത് മനസ്സിലാകുമെന്നും എന്നാൽ ഇത്രയും വലിയ തുക ദോഷമായി മാറുമെന്നും കോടതി അറിയിച്ചു. അറ്റോർണി ഫീസായി $345 മില്യൺ കോടതി വിധിച്ചു. ശമ്പള പാക്കേജുമായി ബന്ധപ്പെട്ട് ടെസ്ലയുടെ 2018
ബോർഡ് ചർച്ചകളെ മസ്ക് തെറ്റായി സ്വാധീനിച്ചതായും കോടതി വിധിച്ചു. അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് എക്സിലൂടെ ടെസ്ല അറിയിച്ചു. തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഇലോൺ മസ്ക് ഷെയർ ഹോൾഡർമാരാണ് കമ്പനി വോട്ടുകൾ നിയന്ത്രിക്കേണ്ടതെന്നും ജഡ്ജിമാരല്ലെന്നും ട്വിറ്ററിൽ കുറിച്ചു. പെൻസിൽവാനിയ സ്വദേശിയായ റിച്ചാർഡ് ടൊറനെറ്റയാണ് മസ്കിന്റെ ശമ്പള പാക്കേജ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസ് നൽകിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ബ്രാൻഡായ ഹോണറിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ X9C ലോഞ്ച് ചെയ്തു. നൂതന സവിശേഷതകളുമായി മലേഷ്യയിൽ ലോഞ്ച് ചെയ്ത ഫോൺ ഉടൻ തന്നെ ഇന്ത്യൻ വിപണികളിൽ എത്തും. 8GB റാമുമായി പെയർ ചെയ്ത മീഡിയടെക് ഡയമണ്ട്സിറ്റി 7025 അൾട്രാ ചിപ്സെറ്റാണ് ഈ ഫോണിന്റെ പ്രധാന കരുത്ത്. ഉയർന്ന നിലവാരമുള്ള ഫോട്ടോകൾക്കായി 108 മെഗാപിക്സൽ മെയിൻ റിയർ ക്യാമറയും വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന 5800 mAh ബാറ്ററിയും ഇതിലുണ്ട്. ഹോണർ X9C സ്മാർട്ടിന്റെ എടുത്തുപറയേണ്ട സവിശേഷതകളിലൊന്നാണ് ഡ്യൂറബിലിറ്റി. അപ്രതീക്ഷിതമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഫോണിനെ സംരക്ഷിക്കുന്നതിനുള്ള അൾട്രാ ബൗൺസ് ആന്റി ഡ്രോപ്പ് ടെക്നോളജി കൂടാതെ സ്ക്രാച്ച് റെസിസ്റ്റൻസും ഇതിൽ ഉൾപ്പെടുന്നു. ആപ്പിളിന്റെ ഡൈനാമിക് ഐലൻഡ് ഫീച്ചറിന് സമാനമായ രീതിയിലുള്ള മാജിക് ക്യാപ്സ്യൂൾ എന്ന സവിശേഷതയും ഫോൺ നൽകുന്നുണ്ട്. ഫോൺ ഉടൻ തന്നെ ഇന്ത്യൻ വിപണികളിലേക്ക് എത്തുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.